ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് കോവയ്ക്കയും വള്ളിപ്പയറും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നട്ടിരുന്നതാണ്. അപ്പോൾ ഇന്ന് വള്ളിപ്പയറൊന്നും തത്ത കൊണ്ടുപോയിട്ടില്ലായിരുന്നു, അപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കോവയ്ക്ക നീളത്തിൽ ഒരു 3-4 കഷ്ണമായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്, നമ്മൾ അവിയലിൽ ഇടുന്ന പോലെ. അത് വെച്ച് നമുക്കൊരു മീനില്ലാത്ത കോവയ്ക്ക കറി വെക്കാം. എല്ലാം ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കാം. കനം കുറച്ച് അരിയണേ. അപ്പോൾ അതിലേക്ക് ഒരു 3-4 പച്ചമുളകും കൂടി ഇടുന്നുണ്ട്, വെള്ളക്കാന്താരി. നീളത്തിൽ 2 മുറിച്ചാണ് ഇടുന്നത്. അപ്പോൾ ഇതിൽ ഇടാനായിട്ട് ഞാൻ ഒരു 2-3 കഷ്ണം മാങ്ങയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി പുളി ഇടരുത്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. ചട്ടിയിൽ ചൂടാവാൻ ഇത്തിരി പാടാണ്. ചൂടായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ, അതിലേക്ക് ഒരല്പം കടുക്, ഒരു നുള്ളു കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നല്ലോണം പൊട്ടി. ഇനി നമുക്കിതിലേക്ക് ചുവന്നുള്ളി, ഇഞ്ചി, ഒരു കഷ്ണം വെളുത്തുള്ളി കൂടെ ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചാണ്. ഈ ഇഞ്ചിയും ചുവന്നുള്ളിയും വെളുത്തുള്ളി ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളൂ. ഒരു വലിയ വെളുത്തുള്ളിയായിരുന്നു. ഇനി ഇത് നല്ലതുപോലെ മൂക്കണം. ഇത് മൂത്ത് വരുമ്പോഴത്തേനും ഇത് നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടി ഒന്ന് നല്ലപോലെ മൂക്കണം. ഇതിലേക്ക് ഒരല്പം മുളക് പൊടി എരിവിനനുസരിച്ചിട്ട്, ഞാനിപ്പോൾ ഒരു സ്പൂണും ഒരല്പം കൂടി ഇട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ പച്ചമുളകിനൊക്കെ എരിവുണ്ടേ, ആ വെള്ളക്കാന്താരിക്ക് നല്ല എരിവാണ്. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം, മൂക്കട്ടെ കിടന്ന്. ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. അപ്പം നല്ലപോലെ മൂത്തൊക്കെ വരുന്നുണ്ട്. തീ കുറച്ച് വെക്കണേ. ചട്ടി ചൂടായി കിടക്കുന്നതുകൊണ്ട് വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ഇതിലേക്ക് കോവയ്ക്ക അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കണേ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഒഴിക്കണേ ഒരു മുറി തേങ്ങ ചെരുകി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ 2ാമത്തെ പാലാണ് ഒഴിക്കണേ. അപ്പോൾ ഈ കോവയ്ക്ക പതുക്കെ ഒന്ന് ചൂടായാൽ മതി. മുളക് നല്ലപോലെ മൂക്കണേ. മുളകല്ല, കോവയ്ക്ക. മുളക് മൂത്തിട്ടാലോ നമ്മൾ ഇട്ടത് കോവയ്ക്ക. എന്നിട്ട് 2ാമത്തെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയൊന്ന് തീ കൂട്ടി വെക്കാം നമുക്ക്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം മാങ്ങ ഇപ്പോൾ ഇടുന്നില്ല. ഈ കോവയ്ക്ക ഒന്ന് വെന്തതിന് ശേഷം മാങ്ങ ഇടാം. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം ഞാൻ അരി അടുപ്പത്തിട്ടിട്ടുണ്ടായി. വെന്തോ ഇല്ലെന്നൊന്ന് നോക്കട്ടെ. അപ്പം അരി വെന്തിട്ടുണ്ട്, അതൊന്ന് ഊറ്റാം. ഈ സ്റ്റീലിൻ്റെ കലായതുകൊണ്ടേ തെന്നിപ്പോണ്. അരി ഊറ്റണ പാത്രം എനിക്കുണ്ട്, അതിന് ഇത്തിരി പൊക്ക കൂടുതലാണ്. അപ്പോൾ ഈ സ്റ്റീലുമാണ്. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ കലം അതിലേക്ക് വെക്കുമ്പോഴത്തേനും പെട്ടെന്ന് അങ്ങോട്ട് തെന്നിപ്പോവും. ഇപ്പം തന്നെ ഇതിന് നല്ല പൊക്കമുണ്ട് ഈ സ്ലാവിന്. അപ്പോൾ അത് ആ പാത്രത്തിന് ഇത്തിരി പൊക്കമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ ഊറ്റാനായിട്ട് ഇത്തിരി പ്രയാസമാണ്. അപ്പം നമ്മുടെ കോവയ്ക്കൊക്കെ വെന്തോന്ന് നോക്കാം. ഇത് നല്ലപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. കോവയ്ക്കൊന്ന് വെന്തോന്ന് നോക്കട്ടെ. കോവയ്ക്ക വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 3-4-5 കഷ്ണം മാങ്ങ ചെറുതാക്കി അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. മാങ്ങ പിന്നെ പെട്ടെന്ന് അങ്ങ് വെന്തോളൂല്ലോ. ഒന്നും കൂടെ മൂടി വെക്കാം.
അപ്പം ഞാൻ ഇപ്പുറത്തൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ അച്ചിങ്ങ കിട്ടിയിട്ടുണ്ടെന്ന്. അച്ചിങ്ങ രാവിലെ ചെന്നില്ലെങ്കിൽ ടെറസിൻ്റെ മേളിൽ മൊത്തം തത്തയായിരിക്കും. തീരെ പിഞ്ച് വരെയും ഈ തത്ത കുത്തിയിടും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം തേങ്ങ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് തേങ്ങയൊന്ന് നല്ലതുപോലെ മൂത്ത് കിട്ടട്ടെ. തേങ്ങയൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഉള്ളി ചതച്ചത്, ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. തേങ്ങയൊന്ന് മൂത്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അതേ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ചതച്ചതാണ്. ഇനി അതവിടെ കിടന്ന് മൂക്കട്ടെ. ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ. കറിവേപ്പില നമുക്ക് വേണ്ടുവോളം ഉണ്ട്, പക്ഷേ മേളിൽ പറിച്ചെടുക്കാൻ ഇത്തിരി പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ ഈ ടെറസിൻ്റെ മേളിൽ ചെറുതൊരെണ്ണം നിൽപ്പുണ്ട്, അതിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ മീനില്ലാത്ത മീൻ കറിയുടെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യത്തെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കട്ടെ. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. മാങ്ങ ഇട്ടപ്പോഴത്തേനെ ഒത്തിരി പുളിയും ഇടരുത്. മാങ്ങ ഇല്ലെങ്കിൽ ഒരു കഷ്ണം കുടംപുളി ഇട്ടാൽ മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മാങ്ങ ഉണ്ടായത് കൊണ്ടാണ് ഇട്ടത്. ഒരല്പം ഉപ്പോടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എടുത്താലും നല്ലതാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യത്തെ പാലൊഴിച്ച് കൊടുക്കണം. അത് നമുക്ക് ആദ്യത്തെ പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഗ്ലാസ് ഒന്ന് ചുറ്റിച്ചിട്ടൊഴിക്കാം. ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഒന്ന് പോരും. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അധികം തിളയൊന്നും വരണ്ട. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ ചട്ടിയുടെ ചൂടും കൊണ്ട് തന്നെ ആയിക്കോളും. അപ്പോൾ അതേ തിളയൊക്കെ വന്ന് ഇനി നമുക്ക് തീ ഓഫാക്കാം. ഞാനിതൊന്നും കൂടെ ഇറക്കി മാറ്റി വെക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ ആ സ്റ്റൗവിൻ്റെ ചൂടും കൊണ്ട് നല്ലപോലെ അങ്ങോട്ട് തിള വരും. അപ്പം നമ്മുടെ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ കിടന്ന് മൂക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഇതിലേക്ക് ചതച്ച മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഒത്തിരി എരിവൊന്നും വേണ്ട, ഒരല്പം എരിവ് മതി. ഉള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ, ഒരു നുള്ളും കൂടെ ഇട്ട് കൊടുക്കാം. ഈ മുളകിന് ഇത്തിരി എരിവും കൂടുതലുള്ള മുളകാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയും ഇതൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ നീളത്തിലാണ് ഈ അച്ചിങ്ങ ഒടിച്ച് വെച്ചിരുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഓണത്തിന് പറിക്കാനൊന്നും ഉണ്ടാവില്ല അച്ചിങ്ങ, എന്നുവെച്ചാൽ ഉള്ളതെല്ലാം തത്ത എടുത്തുകൊണ്ട് പോവുക. ഒരല്പം ഉപ്പോടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് മൂടി വെക്കണം. പെട്ടെന്ന് വേകും. തേങ്ങ കൊത്തിട്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത് അച്ചിങ്ങ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല രുചിയാണ്. ആ തേങ്ങയിലൊക്കെ ഒന്ന് കടിക്കുമ്പോഴത്തേനെ ഇതെങ്ങനെ നമ്മുടെ അച്ചിങ്ങൻ റെഡി ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മോൻ പറഞ്ഞ ഒരു ഓംപ്ലേറ്റും കൂടെ വേണമെന്ന് പറഞ്ഞ് അതും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ചോറെടുക്കാം. ഉച്ചത്തെ ചോറാണേ. നമുക്കിതിലേക്ക് നാരങ്ങാച്ചാർ ഇരിപ്പുണ്ട്, വടകംപുളി നാരങ്ങ അച്ചാറിട്ടത്, അതൊരു കഷ്ണം ഇടാം.
ഇനി നമുക്ക് ഉപ്പിലിട്ട കാന്താരിമുളകുണ്ട്, അതും കൂടെ 2 ഇട്ട് കൊടുക്കാം. രണ്ടെണ്ണം മതിയേ. ഇനി നമ്മുടെ അച്ചിങ്ങയും തേങ്ങാക്കൊത്തിട്ട മെഴുക്ക് പുരട്ടി, അച്ചിങ്ങയിൽ തേങ്ങാക്കൊത്തിട്ട മെഴുക്ക് പുരട്ടി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ കോവയ്ക്ക കുറച്ച് അധികം ഉണ്ടായിരുന്നല്ലോ, അതൊരു തോരനും കൂടെ വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അവനൊരു ഓംപ്ലേറ്റ് വേണമെന്ന് പറഞ്ഞില്ലേ, അതും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി ചക്ക വെച്ചായിരുന്നേ, ഒരല്പം എടുത്ത് വെച്ചത്, അതും കൂടി 1 സ്പൂൺ കൊടുക്കാം. ഇനി ഓംപ്ലേറ്റ്, നമ്മുടെ മീനില്ലാത്ത മീൻ കറി. ഇന്ന് ഉച്ചയ്ക്ക് ഒത്തിരി കറിയുണ്ട്. എന്നും ഇത്രയും കറിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ ഈ അച്ചിങ്ങയും കോവയ്ക്കൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും കറി ഉണ്ടായത്. അല്ലെങ്കിൽ 2 കറിയൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ താങ്ക് യു.